നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് എഡിറ്റ് വോയിസ് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. PDF ബന്ധപ്പെട്ടത് നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ കാറ്റഗറിക്ക് ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിനകത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ആവശ്യമില്ല. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ആ ഒരു വെബ്സൈറ്റിനകത്തുള്ള വിശേഷങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നേരെ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസിൽ നമുക്ക് ഏതൊക്കെയാണ് ചെക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും ആദ്യത്തിൽ വീഡിയോ ടൂൾസ് എന്നുള്ള ഓപ്ഷൻസ് ആണ്. ഇവിടെ വീഡിയോ ടൂൾസ് എന്ന ഓപ്ഷൻസിൽ നിന്ന് കാണാൻ സാധിക്കും ഡ്രിം ഉണ്ട്. നമുക്ക് വീഡിയോ ഡ്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫ്ലിപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ റീസൈസ് ചെയ്യാനുള്ളതും ലൂപ്പ് ചെയ്യാനും ചേഞ്ച് വോളിയം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതും ചേഞ്ച് സ്പീഡ്, അതുപോലെ തന്നെ റിമൂവ് ലോഗോ, ആഡ് ഇമേജ്, നമുക്ക് വീഡിയോക്കകത്ത് ഏതെങ്കിലും ഈ ഫോട്ടോകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ആഡ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസ്, വീഡിയോ റെക്കോർഡർ, അത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും, അത് വീഡിയോയുടെ നമ്മൾ വീഡിയോ എടുക്കുമ്പം നമുക്ക് കുലുക്കം ഉണ്ടാകും മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുമ്പം, അപ്പം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ ലോഗോ റിമൂവ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. തൊട്ട് താഴെ നമുക്ക് ഓഡിയോ ടൂൾസ് എന്നൊരു ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓഡിയോ ടൂൾസ് ആണ്. ഓഡിയോ നമ്മളൊരു മ്യൂസിക് എടുത്ത് ആ മ്യൂസിക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു റിംഗ് ട്യൂൺ ആക്കണമെങ്കിൽ ഇവിടെ ഡ്രിം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചേഞ്ച് വോളിയം, ചേഞ്ച് സ്പീഡ്, ചേഞ്ച് പിച്ച്, അതുപോലെ ഈക്വലൈസർ, റിവേഴ്സ് ഓഡിയോ, വോയിസ് റെക്കോർഡർ, ഓഡിയോ ജൂനിയർ എന്നുള്ള കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. താഴെ കാണുന്ന ഭാഗത്ത് PDF ടൂൾസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PDF ഫയലുകൾ നമുക്ക് കട്ട് ചെയ്യാനും, അതുപോലെ തന്നെ 2 PDFകൾ നമുക്ക് മെർജ് ചെയ്യാനും, കൂട്ടി യോജിപ്പിക്കാനും, കംപ്രസ് ചെയ്യാനും, അതുപോലെ തന്നെ ലോക്ക് ഇട്ട് അൺലോക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. റൊട്ടേറ്റ് ചെയ്യാനും, പ്രൊട്ടക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ പേജിന് ഓരോ നമ്പർ ഇട്ട് സെറ്റ് ചെയ്യാനും, PDF വേർഡാക്കി മാറ്റാനും, അതുപോലെ തന്നെ PDF നമുക്ക് Excel ആക്കി മാറ്റാനും, PDF JPG ഫയലാക്കിയിട്ട് ഫോട്ടോ ആക്കി മാറ്റാനും, അതുപോലെ തന്നെ PNG മോഡലിലേക്ക് മാറ്റാനും, HTML മോഡലിലേക്ക് മാറ്റാനും ഒക്കെയുള്ള സൗകര്യം ഒരുപാടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. കാരണം ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതാണ്. താഴെ ഇപ്പോൾ കാണുന്ന ഭാഗത്ത് കൺവേർട്ടേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഓഡിയോ കൺവേർട്ടർ, വീഡിയോ കൺവേർട്ടർ, ഇമേജ് കൺവേർട്ടർ, നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഒക്കെ വലിയ വീഡിയോകളൊക്കെയാണ്, MB കൂടിയ വീഡിയോ ഒക്കെയാണ് നമുക്ക് ചെറിയ MBയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്ന സൗകര്യമാണ് ഇതിനകത്ത്. ഡോക്യുമെന്റ് കൺവേർട്ടർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്കൊരു വീഡിയോ തൽക്കാലം റിമൂവ് ലോഗോ, അതായത് നമുക്ക് ചില വീഡിയോക്കകത്ത് ചില ആളുകളുടെ പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൻ്റെ പേരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ലോഗോ റിമൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. തൽക്കാലം ഞാൻ ഒന്ന് കാണിച്ചു തരാണ്. നിങ്ങൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്. തൽക്കാലം ലോഗോ റിമൂവ് ചെയ്യുന്ന ഭാഗം ക്ലിക്ക് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ റിമൂവ് ലോഗോ ഫ്രം വീഡിയോ എന്നുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ഓപ്പൺ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ആ ഗാലറി ഓപ്പൺ ആയ ശേഷം നമുക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഇടത് ഭാഗത്തുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കാം. ഞാനിപ്പോൾ വാട്സപ്പിൽ നിന്നൊരു വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്തു. കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നൊരു വീഡിയോ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോക്കകത്ത് കാണാൻ സാധിക്കും ഒരു PI ഗ്രൂപ്പ് എന്നുള്ള ഒരു ലോഗോ കാണാൻ സാധിക്കും. ഈ ലോഗോ നമുക്ക് മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ആ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുമ്പം ആ ലോഗോ ഇതുപോലെ മാർക്കായിട്ട് വരും. നമുക്ക് വേണ്ട സ്ഥലം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ കാണാൻ സാധിക്കും. ആ ഒരു ലോഗോ ഞാനിപ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്തു. ശേഷം താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സേവ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നമുക്കത് സേവ് ആകുന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും മുകളിൽ സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ആ ഒരു വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാണാൻ സാധിക്കും. ആ വീഡിയോക്കകത്ത് ഇവിടെ നേരത്തെ
നമുക്ക് ഒരു ലോഗോ ഉണ്ടായിരുന്നു. ആ ലോഗോ നമ്മൾ റിമൂവ് ചെയ്തു. ഇന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ആ വീഡിയോയുടെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോയിൽ ആ ലോഗോ നമ്മൾ റിമൂവ് ചെയ്തു. ഇത്തരത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കും PDF എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.